നടൻ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചു എന്ന പരാതിയുമായി മാനേജർ വിപിൻ കുമാർ മറ്റൊരു താരത്തിന്റെ സിനിമയെ പ്രകീർത്തിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ പ്രകോപിതനായാണ് മർദ്ദനമെന്നാണ് ആരോപണം. ഈ മറ്റൊരു നടൻ ആരാണപ്പാ? വേറെ ആരുമല്ല, നിങ്ങൾ വാർത്തയിൽ കണ്ടു കാണും, ടോവിനോ തോമസ്. അദ്ദേഹത്തിന്റെ നരിവേട്ടയ്ക്ക് അനുകൂലമായിട്ട് ഈ വിപിൻ പോസ്റ്റ് ഇട്ടതിനാണ് ഉണ്ണി മുകുന്ദൻ വിപിനെ ഫ്ളാറ്റിന് താഴെ കാർ പോർച്ചിൽ വിളിച്ചു വരുത്തി തല്ലി എന്നൊക്കെ പറയുകയാണ്. വിപിൻ എന്താണ് കഴിഞ്ഞ 6 വർഷമായിട്ട് ഉണ്ണിയുടെ ലൈഫിൽ നിന്ന് വിപിൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ. നമ്മുടെ ഈ ഒരു കുഞ്ഞു ഫാമിലിയിലേക്കും അതുപോലെ തന്നെ പുതിയൊരു വീഡിയോയിലേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തിന്റെ മാനേജറെ തല്ലി അതിക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നൊക്കെയാണ് ഇദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ വിപിൻ ആരാണെന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് ഞാൻ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടത്. ആ പോസ്റ്റിലേക്കൊക്കെ നമുക്ക് വരാം. അതിന് മുൻപായിട്ട് ഈ വിപിൻ എന്താണ് പറയാനുള്ളത്? വിപിൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു ബൈറ്റ് ഉണ്ട്, അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. വിപിൻ എന്താണ് അതിനകത്ത് പറയുന്നത്? എന്തിനാണ് വിപിനെ തല്ലിയത്? ആ കാരണമൊക്കെയാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. വിപിൻ പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നതൊക്കെയാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് നോക്കാനുള്ളത്. നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോയാലോ? അല്ല, ഉണ്ണിമുകുന്ദൻ എന്നെ മർദ്ദിച്ചു. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി വരാൻ വിളിച്ചിട്ട് മർദ്ദിക്കുകയായിരുന്നു, അസഭ്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ശേഷം ഞാൻ അറിയിക്കാം. പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ മുഴുവൻ ഞാൻ 6 വർഷമായിട്ട് ഉണ്ണിയോട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കുറേ ടീസിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്ന് ആക്ച്വലി 6 വർഷമായിട്ട് ഉണ്ണിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് വിപിൻ എന്ന് വിപിൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ 6 വർഷമായിട്ട് ടീസിംഗ് ഒക്കെ സഹിച്ചാണ് നിൽക്കുന്നതെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരാൾ നിൽക്കുമോ? വേറൊരു ജോലി ഇല്ലാഞ്ഞിട്ടല്ലല്ലോ ഈ ഒരു ആളുടെ മാനേജറായിട്ട് 6 വർഷം കൊണ്ട് നിൽക്കുന്നത്. ഇയാൾ തന്നെ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, കഴിഞ്ഞ 15 വർഷമായിട്ട് ഇയാൾ ഫിലിം ഇൻഡസ്ട്രിയിൽ PR വർക്ക് ചെയ്ത ഒരാളാണെന്നും പറയുന്നുണ്ട്. ഉണ്ണി അല്ലെങ്കിൽ മറ്റൊരു നടൻ മാനേജറായിട്ട് നിൽക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാമല്ലോ. ഒരാളുടെ പീഡനം സഹിച്ച് അല്ലെങ്കിൽ അയാളുടെ വായിലിരിക്കുന്ന തെറിയൊക്കെ കേട്ട് 6 വർഷം സഹിച്ചു നിൽക്കേണ്ട കാര്യം എന്താ? അത്രമാത്രം എന്ത് കമ്മിറ്റ്മെന്റ് ആണ് വിപിൻ ഉണ്ണിയോടുള്ളത്? എന്നെ ചിന്തിപ്പിച്ച പോയിന്റുകൾ ഇതൊക്കെയാണ്. നമുക്ക് ബാക്കി കേൾക്കാം. ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പടങ്ങൾ മാർക്കോയ്ക്ക് ശേഷം പിന്നൊരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. എക്സൽ ബേബി പരാജയപ്പെട്ടു. പുതിയ പടങ്ങൾ കിട്ടുന്നില്ല. പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിൾ മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു, അവർ പിന്മാറി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒന്നും കൂടിയില്ല. അതല്ലേ ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതിനൊരു പരിധിയുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. കേൾക്കാൻ പറ്റില്ലല്ലോ, എല്ലാത്തിൻ്റെ ഒരു പരിധി ഉണ്ടല്ലോ. 6 വർഷം ഈ പരിധി ഇല്ലായിരുന്നോ? ഇപ്പം ഈ പരിധി എവിടുന്നാണ് വന്നത്? അപ്പം മറ്റെന്തോ കാര്യമാണ് വിപിൻ്റെ ഈ ഒരു കംപ്ലൈൻറ്റിലും വിപിൻ്റെ ഈ ഒരു പ്രസ്താവനയിലൊക്കെ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. കാരണം 6 വർഷമായിട്ട് വിപിൻ ഉണ്ണിയുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. വിപിൻ ഇതിനകത്ത് പറയുന്നുണ്ട്, വിപിൻ ഒരു PR വർക്ക് ചെയ്യുന്ന ആളാണ്. ഇതും വിപിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലേ എന്നൊരു സംശയം എനിക്ക് ഇല്ലാതില്ല. ഒരു സൈഡിൽ അതും കിടപ്പുണ്ട്. നോക്കാം നമുക്ക് വിപിൻ്റെ ബാക്കി എന്താണ് പറയാനുള്ളതെന്ന്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റായിട്ട് പറഞ്ഞാൽ ഇപ്പം നരിവട്ടം എന്ന് പറഞ്ഞ പടം ഇറങ്ങി. ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നതാണ്. 18 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലാണ്. ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെയൊക്കെ PR ചെയ്യുന്നതാണ്. അപ്പം ഈ അടുത്ത് നരിവട്ടം എന്ന് പറഞ്ഞ പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോഴും ഉണ്ണിക്കത് പിടിച്ചില്ല. പുള്ളി എന്നെ രാത്രി വിളിച്ചു പറഞ്ഞു, ഈ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. അല്ല, അതാണ് എൻ്റെ സംശയം. കഴിഞ്ഞ 6 വർഷമായിട്ട് ആകെ നരിവേട്ട എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ നരിവേട്ട എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി മാത്രമാണോ ഒരു പ്രശംസിച്ചുകൊണ്ട് പോസ്റ്റ് വിപിൻ ചെയ്തിട്ടുള്ളത്? അങ്ങനെ പ്രൊവോക്ഡ് ആവുന്ന ഒരു നടനാണ് ഉണ്ണി മുകുന്ദൻ എങ്കിൽ ഇത്രയും വർഷങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ പറയുന്ന മർദ്ദനവും ഒക്കെ ഉണ്ടാവേണ്ടതല്ലേ? തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് മറ്റൊരു കാരണമായിരിക്കാം ഉണ്ടാവുക. ഈ തല്ലിയിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ പ്രശ്നേഷിൻ്റെ വീഡിയോ പറഞ്ഞ പോലെ തല്ലിയുടെ പാടൊന്നും കാണുന്നില്ലല്ലോ. കണ്ണടയൊക്കെ ചവിട്ടി പൊടിച്ചെന്ന് പറയുന്നുണ്ട്. ഈ കണ്ണട കൊടുത്ത് ടൊവിനോ ആണെന്നും പറയുന്നുണ്ട്. അത് ഞാൻ വേറെ വഴി അറിഞ്ഞതാണ്. തല്ലി എന്നൊക്കെ പറയുമ്പോൾ അത് മുഖത്തൊക്കെ തല്ല് കൊള്ളാമല്ലോ അല്ലേ, കൊണ്ട് കാണുമല്ലോ അല്ലേ. അതിൻ്റെ പാടൊന്നും പ്രത്യേകിച്ച് മുഖത്തൊന്നും കാണുന്നുമില്ല. പ്രശ്നേഷ് പറഞ്ഞ രീതിക്കാണെങ്കിൽ 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞാലും പാട് കാണണമല്ലോ. കംപ്ലയിൻറ്റ് കൊടുത്തുനിന്ന് വിപിൻ പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം പോലീസുകാർ കേസ് എടുത്തെന്നും പറയുന്നു. പോലീസുകാർ നോക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് നേരെ ഇനി പോകേണ്ടത് ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്കാണ്. വിപിൻ എന്താണ് കഴിഞ്ഞ 6 വർഷമായിട്ട് ഉണ്ണിയുടെ ലൈഫിൽ നിന്ന് വിപിൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. കുറച്ചുണ്ടല്ലോ, കുറച്ച് ലെങ്ത് ഉണ്ട്. ഞാനൊന്ന് വായിക്കാം. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയേക്കുന്നത് ജയൻ വന്നേരി എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്. ആ പോസ്റ്റിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവനൊരു അടിയുടെ കുറവുണ്ടായിരുന്നു, അത് ഉണ്ണിയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയതിൽ സന്തോഷം. ഇനി ജയൻ വന്നേരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മച്ചുക എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. തമിഴ് നടനായ പശുപതിയും ജനനി അയ്യരുമാണ് അതിലെ കഥാപാത്രങ്ങൾ. 2 കഥാപാത്രങ്ങളുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് തുടങ്ങുന്നത് ഞാൻ നേരത്തെ വായിച്ചതുപോലെ, 2021 എൻ്റെ സ്ക്രിപ്റ്റിൽ ഉണ്ണിയെ നായകനാക്കി ഒരു ബിഗ് ബഡ്ജറ്റ് പടം ചെയ്യാൻ ഒരു സംവിധായകൻ വന്നു. പ്രൊഡ്യൂസർ കന്നഡ സിനിമകളൊക്കെ ചെയ്ത ഒരാളായിരുന്നു. അവർക്ക് ഒറ്റ കണ്ടീഷൻ ഉള്ളത്, ഹീറോയിൻ രശ്മിക മന്ദാന ആയിരിക്കണം. അന്ന് പുഷ്പ 1 റിലീസ് ചെയ്തിട്ടില്ല. സൗത്തിലെ 4 ഭാഷയിലും ഒരുമിച്ച് റിലീസ് ചെയ്യാനാണ് പ്ലാൻ. പരിപാടി കുറച്ച് വലുതായതുകൊണ്ട് പ്രോജക്റ്റ് ബാദുഷായെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു.
ഗോകുലം പാർക്കിൽ പോയി ബാദുഷയോട് കഥ പറഞ്ഞു. ബാദുഷ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളർ. കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം തിരക്കിലായതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ പിരിഞ്ഞു. എന്നാൽ അന്ന് രാത്രി പുള്ളിയുടെ ഒരു ഫ്രണ്ട് റിയാസ് വിളിച്ച് ബാദുക കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഫോൺ കൊടുത്തു. എൻ്റെ കഥ ഗംഭീരമാണെന്നും ഉണ്ണിക്ക് പെർഫോം ചെയ്യാൻ ഒത്തിരി സാധ്യതകളുണ്ടെന്നും കൊമേഴ്ഷ്യലി വലിയ വിജയമാകാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞു. ഉണ്ണി ദുബായിലായിരുന്നതുകൊണ്ട് ബാദുഷ പറഞ്ഞത് പ്രകാരം ഉണ്ണിയുടെ മാനേജർ വിപിനോട് കഥ പറഞ്ഞു. അവിടെയാണ് വിപിൻ്റെ എൻട്രി വരുന്നത്. ഇനി വിപിൻ ഇതിനകത്ത് എന്താണ് ചെയ്തത് എന്നാണ് ബാക്കി ജയൻ വന്നേരി പറയുന്നത്. കഥ കേട്ട് കൊള്ളാമെന്നും പറഞ്ഞ വിപിൻ ഇതിന് എത്ര ബഡ്ജറ്റ് ആവും ചോദിച്ചു. 12 കോടിയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. എന്തോ അത് അത്ര കൺവിൻസിങ് ആകാത്തതുപോലെ ഞാൻ ഉണ്ണിയോട് പറയാമെന്ന് പറഞ്ഞ് കൈ തന്നു പിരിഞ്ഞു. പിന്നീട് ഒരു 2 മാസം ഒരു അപ്ഡേറ്റിന് വേണ്ടി വിപിൻ്റെയും ബാദുഷയുടെയും നമ്പറിൽ പല തവണ വിളിച്ചു. ആദ്യമൊക്കെ ഓരോ ഒഴിവ് പറഞ്ഞ് അവർ പിന്നീട് കോൾ എടുക്കാതെയും മെസ്സേജിന് റിപ്ലൈ ചെയ്യാതെയുമായി. ഒടുവിൽ പ്രൊഡ്യൂസർ കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ മലയാളത്തിലെ മറ്റൊരു പ്രൊഡക്ഷൻ കൺട്രോളറെ പ്രോജക്റ്റ് ഏൽപ്പിച്ചു. 24-ന് ഞാൻ വിളിച്ച് അദ്ദേഹത്തോട് ആവശ്യം പറഞ്ഞു. 26-ന് വൈകുന്നേരം 6 മണിക്ക് ഞങ്ങൾ മാരിയറ്റ് ഹോട്ടലിൽ ഉണ്ണിയെ മീറ്റ് ചെയ്തു. ഉണ്ണിയുടെ കൂടെ വിപിനും ഉണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടതും അയാളുടെ മുഖം മാറി. ഞങ്ങളാണ് കഥ പറയാൻ വരുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. ഡീറ്റെയിൽ ആയി കഥ കേൾക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഉണ്ണി സിനോപ്സിസ് കേട്ടു. ഞാൻ പിച്ച് കാണിച്ചു. അതിൽ ഒരു സീനിൽ വരുന്ന ഒരു ഗസ്റ്റ് റോളിന് ദുൽഖർ സൽമാനെയായിരുന്നു മനസ്സിൽ കണ്ടത്. അത് കണ്ടപ്പോൾ ഉണ്ണി ചോദിച്ചു, ഒരു സീനൊക്കെ ദുൽഖർ ചെയ്യുമോ? ഉടനെ അടുത്തിരുന്ന വിപിൻ അറിയാതെ പറഞ്ഞു, അത് ഞാനും ഇവരോട് ചോദിച്ചതാണ്. അപ്പോൾ ഉണ്ണി വിപിനോട് ചോദിച്ചു, നീ ഈ കഥ മുൻപ് കേട്ടിരുന്നോ? വിപിൻ എന്തൊക്കെയോ പറഞ്ഞ് ഉരുണ്ട് കളിച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കഴിഞ്ഞ 2 മാസമായിട്ട് ഉണ്ണി ഈ പ്രോജക്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല എന്ന്. അതായത് വിപിനോടാണ് ആദ്യം കഥ പറയുന്നത്. പക്ഷേ വിപിൻ ഉണ്ണിയോട് ആ കഥ പറഞ്ഞിട്ട് പോലുമില്ല. ഒരു പക്ഷേ കഴിഞ്ഞ 6 വർഷമായിട്ട് ഉണ്ണിക്ക് വരേണ്ടിരുന്ന എത്രയോ സിനിമകൾ വിപിൻ തട്ടിക്കളഞ്ഞിട്ടുണ്ടാവാം. ഇതുപോലെ പുതിയ സംവിധായകരുടെ അത്തരത്തിലൊരാളാണ് വിപിൻ എന്നാണ് ഈ ഒരു പോസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്കിത് എന്താ മനസ്സിലാവുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഉണ്ണിക്ക് പ്രോജക്റ്റിൽ താല്പര്യം തോന്നി. ഒരാഴ്ച കഴിഞ്ഞ് ഡീറ്റെയിൽ ആയി സ്ക്രിപ്റ്റ് വായിച്ച് കേൾക്കാമെന്ന് പറഞ്ഞു പിരിഞ്ഞു. അപ്പോൾ സംവിധായകൻ്റെ ഫോണിൽ ബാദുഷയുടെ ഒരു മെസ്സേജ് വന്നു കിടപ്പുണ്ടായിരുന്നു. പലതവണ വിളിച്ചിട്ടെടുക്കാത്ത ബാദുഷയാണ് ഇവിടെ മെസ്സേജ് ഇങ്ങോട്ട് അയച്ചേക്കുന്നത്. നോട്ട് ദ പോയിന്റ്, പ്ലീസ് കോൾ മീ ബാക്ക് എന്നായിരുന്നു ആ മെസ്സേജ്. ഇനി തിരിച്ചു വിളിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഡയറക്ടർ ആ മെസ്സേജ് അവോയ്ഡ് ചെയ്തു. അടുത്ത ദിവസം രാവിലെയും ബാദുഷ ഡയറക്ടറെ വിളിച്ചു. ഡയറക്ടർ കോൾ എടുത്തില്ല. ഞങ്ങൾ ഉണ്ണിയോട് സംസാരിക്കുന്ന സമയം വിപിൻ ആർക്കോ കാര്യമായി മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ബാദുഷയ്ക്കായിരുന്നിരിക്കാം. അത് ഒരു അസംപ്ഷൻ മാത്രമാണ്. 3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർക്ക് കൊച്ചിയിൽ നിന്നൊരു കോൾ. ഏതോ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാൾ. ഉണ്ണിയെ വെച്ച് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് റിസ്ക് ആണെന്നും ഷൂട്ട് പോലും കംപ്ലീറ്റ് ആവില്ല എന്നും അയാൾ തന്നെ റിലീസ് ആകുമെന്ന് ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞ് പ്രൊഡ്യൂസറെ നന്നായി പേടിപ്പിച്ചു. സംവിധായകനെ വിളിച്ച് ഞാനൊന്ന് ഫാമിലിയുമായി ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ 2 ദിവസത്തിന് ശേഷം വിളിച്ചു പറഞ്ഞു റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്ന്. എന്നിട്ട് ആ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറി. അങ്ങനെ വലിയൊരു പ്രോജക്റ്റ്, ഒത്തിരി പേരുടെ പ്രയത്നം, പ്രതീക്ഷ, സ്വപ്നങ്ങൾ എല്ലാം അതോടെ ഇല്ലാതെയായി. അതിന് ഒരു കാരണം ഇന്ന് ഉണ്ണി ചെവിക്കൽ നോക്കി ഒന്ന് കൊടുത്ത വിപിൻ തന്നെയായിരുന്നു. സത്യത്തിൽ ഉണ്ണിയോട് കഥ പറയാൻ വിപിൻ്റെ പുറകെ നടന്ന് പലരും ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് ഉണ്ണി ചെയ്തത്. പിന്നെ ഇപ്പോൾ അടിച്ചുവിടുന്ന ഹെഡ്ലൈൻ നരിവേട്ടയെ പ്രശംസിച്ചതിനെ ഉണ്ണി തല്ലി. അത് വിപിൻ്റെ PR ബുദ്ധി മാത്രമാണ്. അവനറിയാം ഒരു വാർത്തയെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യണമെന്ന്. അതാണല്ലോ അവൻ്റെ പണി. സത്യം എന്തെന്നറിയണമെങ്കിൽ ഉണ്ണിയുടെ ഭാഗം കൂടി കേൾക്കണം. ഇത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ ഈ വിപിൻ വന്നിട്ട് വെറുതെ വായ്ത്താളം അടിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മാധ്യമങ്ങളുടെ മുന്നിൽ. ഇതിൻ്റെ സത്യം മനസ്സിലാവണമെങ്കിൽ ഉണ്ണിയുടെ വേഷം കൂടി വരണം. കാരണം ഉണ്ണി പ്രൊവോക്ഡ് ആയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്രൊവോക്ഡ് ആയി, അതിൻ്റെ കാരണം എന്താണ്, എക്സാക്ട് കാരണം ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല. ഇയാൾ പറയുന്നത് നരിവേട്ടയെ പ്രൊമോട്ട് ചെയ്തതിൻ്റെ പേരിലാണ്, നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിലാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ വിപിനും ഉണ്ണിക്ക് മാത്രമേ അറിയണം. വിപിൻ പറയുന്ന കാര്യം മാത്രം നമ്മൾ കേട്ടിട്ടുള്ളൂ, മറു സൈഡ് നമ്മൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണിയെ പൂർണ്ണമായിട്ടും വിമർശിക്കാൻ ഞാൻ തയ്യാറല്ല. ബൈ പേഴ്സണലി ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇതിൻ്റെ പേരിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മനോരമ ഓൺലൈൻ അത് ന്യൂസ് ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ കട്ടിവിടെ വയ്ക്കാം. ശരിക്കും ജയൻ വന്നേരി എന്ന് പറയുന്ന സംവിധായകൻ, ഇദ്ദേഹത്തെ പോലെ എത്രയോ സംവിധായകർക്ക് ഓരോ നടന്മാരുടെയും പുറകെ നടന്നിട്ട് കഥ പറയാൻ പറ്റാതെ പോയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം ഇവരുടെയൊക്കെ മാനേജർമാർ തന്നെയാണ്. ശാന്തിയെ പ്രീതിപ്പെടുത്തിയാലേ വിഗ്രഹം കാണാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയാണ് പല സിനിമാ താരങ്ങളുടെയും പുറകെ നടക്കുന്ന സംവിധായകർക്ക് ഇപ്പോൾ ഉള്ളത്. അതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഉണ്ണി മുകുന്ദൻ്റെ കേസിൽ എന്താണ് എക്സാക്ട് വിഷയം എന്നുള്ളത് ഉണ്ണി തന്നെ വന്ന് സംസാരിക്കണം. എന്താണ് ഇവർക്കിടയിലുള്ള പ്രശ്നം എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വിപിനിട്ടൊരു പോസ്റ്റിൻ്റെ പേരിലാണ് ഉണ്ണി തല്ലിയതെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷെ അങ്ങനെ വരാൻ യാതൊരു സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് വിപിൻ ഉണ്ണിയുടെ കയ്യിൽ നിന്ന് എത്രയോ അടികൾ കൊള്ളണം. വിപിൻ തന്നെ പറയുന്നുണ്ട് താനൊരു PR വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന്. അത് അയാളുടെ ജോലിയല്ലേ, ഏത് സിനിമ പ്രൊമോട്ട് ചെയ്യണം, ഏത് സിനിമ പ്രൊമോട്ട് ചെയ്യേണ്ടെന്നുള്ളത്. അയാളുടെ ജോലി എന്താണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു നടൻ വിപിനെ തൻ്റെ മാനേജറായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇയാൾ ചെയ്ത എന്തോ ഒരു തെറ്റ് ഉണ്ണി മുകുന്ദൻ കണ്ടെത്തി, അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ടാവാം. അതിൻ്റെ പേരിലായിരിക്കും ഇയാളോട് ഇനി മാനേജറായിട്ട് നിൽക്കണ്ട എന്ന് പറഞ്ഞത്. അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം ഒരു പക്ഷേ വിപിൻ വന്നിങ്ങനെ സംസാരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇന്നൊരു വാർത്ത കൊടുത്തു നാളെ അതിന് അയ്യോ എനിക്കത് അബദ്ധം പറ്റിയതാണെന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടെന്നുള്ള കാര്യമല്ല. മാധ്യമങ്ങൾ തന്നെ ഇതിനെ വളച്ചൊടിച്ച് മാറ്റി നാളെ തിരിച്ചു പറയുകയും ചെയ്യും.
അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഉണ്ണി തന്നെ വന്ന് സംസാരിക്കേണ്ടിയിരിക്കുന്നു. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ ചിലപ്പോൾ എന്നെ വിമർശിക്കുന്നവരുണ്ടാവാം, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവാം, ഉണ്ണിയെ വിമർശിക്കുന്നവരുണ്ടാവാം, ഉണ്ണിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവാം. പക്ഷേ ഉണ്ണിയെപ്പോലൊരു നടൻ എടുത്തടിച്ച് ഈ ഒരു ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴേക്ക് ചാടാൻ ആഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സോ ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.